ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു മെസ്സേജ് 5 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐപോഡ് കിട്ടും, ഐപാഡ് കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരുപാട് ഫോർവേഡ് മെസ്സേജസ് വരാറുണ്ടല്ലേ. ഏറെക്കുറെ ആൾക്കാർ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളൊരു വലിയ അപകടത്തിൽ പെട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാക്കേഴ്സിന് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ജിമെയിൽ പോലുള്ള ഓൺലൈൻ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും നിങ്ങളുടെ ഫോണിലെ ക്യാമറയും മൈക്കും യൂസ് ചെയ്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനും പറ്റും. വെറും വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കും. വിശ്വാസം വരുന്നില്ല അല്ലേ? ചെയ്ത് കാണിച്ചു തരാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇനിയും ഇതുപോലത്തെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഈ ഒരു വിവരം അറിയിക്കുക. ഫ്രണ്ട്സ്, ഈ കാണുന്നത് പോലത്തെ വാട്സാപ്പിലെ ഫോർവേഡ് മെസ്സേജസ് നമുക്ക് ഒരുപാട് വരാറുണ്ടല്ലേ. ഇങ്ങനെയുള്ള മെസ്സേജസിൽ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് 10 പേർക്ക് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഐഫോൺ കിട്ടും, വേറെ ഗിഫ്റ്റ് കിട്ടും, ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാണുന്ന ലിങ്ക്സ് ഹാക്കേഴ്സിന് നമ്മളെ പറ്റിച്ച് നമ്മുടെ ഡേറ്റ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കെണിയാണ്. ഞാനിപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ ബ്രൗസറിൽ പുതിയൊരു ടാബിൽ ഒരു വെബ് പേജ് ഓപ്പണായി വന്നു. പക്ഷേ ഈ വെബ് പേജ് കണ്ടിട്ട് പ്രശ്നമുള്ള വെബ്സൈറ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല അല്ലേ. ഒരു സാധാ വെബ്സൈറ്റ് പോലെയുണ്ട്. ഒരു സാധാ ആളാണെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലുള്ള എല്ലാവർക്കും ആ ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യും. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കും ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു വെബ് ബ്രൗസറിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഹാക്കേഴ്സിന് പോയിട്ടുണ്ട്. ഈ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നേരെ പല സൈബർ അറ്റാക്കുകൾ നടത്താനും നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ മുഴുവനായിട്ട് ടേക്ക് ഓവർ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മുഴുവൻ അടിച്ചു മാറ്റാനും അവർക്ക് പറ്റും. കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഹാക്കറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് ഹാക്കറിൻ്റെ മോണിറ്ററാണ്. ഇത് ബ്രൗസർ എക്സ്പ്ലോയിറ്റേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഹാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിനകത്തുള്ളൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്ത് നിങ്ങളുടെ ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഓൾറെഡി ഹാക്കറിന് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാമല്ലേ, ഒരു ഹാക്കറിന് നിങ്ങളുടെ ബ്രൗസർ ഏതാണെന്നും ആ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലഗിൻസ് ഏതൊക്കെയാണെന്നും ബ്രൗസറിൻ്റെ വിൻഡോസ് സൈസ് എത്രയാണെന്നും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നും അത് ഏത് വേർഷൻ ആണെന്നും ഇവിടെ താഴെ കാണാമല്ലേ. വിൻഡോസ് 10 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ പ്രൈവറ്റ് IP ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ഹാക്കറിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഈ കമ്പ്യൂട്ടറിനകത്ത് ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇത് ഇവിടെ കാണാമല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ആൻറ്റിവൈറസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അതുപോലെ നമ്മൾ ഏത് ഇൻ്റർനെറ്റ് കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പബ്ലിക് IP അഡ്രസ്സ് എന്താണ്, നമ്മൾ ഏത് സിറ്റിയിലാണ്, ഏത് കൺട്രിയിലാണ്, നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണ്, ഇങ്ങനെയുള്ള നമ്മളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഇനി ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമ്മുടെ ബ്രൗസർ വഴി നമ്മുടെ നേരെ സൈബർ അറ്റാക്കുകൾ നടത്തി നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് അവരെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിൽ ബ്രൗസർ വഴി യൂസറുമായിട്ട് ഹാക്കറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന മൊഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹാക്കറിന് യൂസറിന് വേണമെങ്കിൽ ഒരു മെസ്സേജ് കാണിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിൽ ആ ഒരു ബ്രൗസറിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഓപ്പൺ ആയി വരും. പക്ഷേ റിയൽ ലൈഫ് അറ്റാക്കുകളിൽ ഇങ്ങനെയുള്ള മെസ്സേജ് കാണിക്കുന്നത് കുറവായിരിക്കും. നമ്മളെ അറിയിക്കാതെ നമുക്ക് സംശയം വരാത്ത രീതിയിൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് ഡേറ്റ അടിച്ചു മാറ്റാനായിരിക്കും അവർ നോക്കുന്നത്. ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ഫിഷിംഗ് അറ്റാക്ക്. ഈ ഒരു അറ്റാക്ക് ഹാക്കർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ നേരത്തെ കണ്ട വെബ് പേജ് ഒരു ജിമെയിലിൻ്റെ ലോഗിൻ പേജായിട്ട് മാറും. ഇത് കാണുമ്പോൾ ജിമെയിലിൻ്റെ ലോഗിൻ പേജ് പോലെ ഇരിക്കുന്നെങ്കിലും ഇത് ശരിക്കും ജിമെയിലിൻ്റെ ലോഗിൻ പേജ് അല്ല, ഇതൊരു ഫേക്ക് ലോഗിൻ പേജാണ്. ഇതിനെപ്പറ്റി അറിയാത്ത ഒരു സാധാരണ ആളാണെങ്കിൽ ജിമെയിൽ നിന്നും ലോഗൗട്ട് ആയി പോയെന്ന് വിചാരിച്ചിട്ട് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ഹാക്കറിന് നമ്മുടെ കംപ്ലീറ്റ് യൂസർ നെയിമും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും.
അങ്ങനെ ഹാക്കറിന് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട് എല്ലാം ഹൈജാക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ പല ടൈപ്പ് ഫിഷിംഗ് അറ്റാക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഹാക്കേഴ്സിന് പോസിബിളാണ്. ഇനിയാണ് ശരിക്കും പേടിപ്പിക്കുന്ന കാര്യം. ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് ഹാക്കറിന് വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾ ടെക്നിക്കലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുമല്ലേ ഇത് ഫേക്കാണ്, ഇങ്ങനൊരു കാര്യമേ ഇല്ല എന്ന്. പക്ഷേ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ അച്ഛൻ, അമ്മ, അനിയത്തി ഇവർക്കൊന്നും ഇത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അവർ ആ കെണിയിൽ വീഴാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അല്ലേ, ഒരു ഹാക്കറിന് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, മുഴുവനായിട്ട് ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ ഹാക്കറിൻ്റെ കുറച്ച് കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു USB കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു കോഡ് റൺ ചെയ്യിപ്പിച്ചത്. പക്ഷേ ഹാക്കറിന് വേണമെങ്കിൽ ഈ കോഡ് ഒരു ഫയലിനകത്താക്കിയിട്ട്, ഒരു എക്സിക്യൂട്ടബിൾ ഫയലിനകത്താക്കിയിട്ട് ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യിപ്പിച്ച് ആ കോഡ് റൺ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ കൺട്രോൾ ഹാക്കറിന് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഫയലുകൾ നമ്മളെ പറ്റിച്ച് നമ്മളെ കൊണ്ട് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. അതിലൊരു ടെക്നിക്ക് നമുക്കിപ്പോൾ കാണാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ട് ഹാക്കറിൻ്റെ കമ്പ്യൂട്ടറും യൂസറിൻ്റെ കമ്പ്യൂട്ടറും സൈഡ് ബൈ സൈഡായിട്ട് വെച്ചിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഹാക്കറിൻ്റെ കമ്പ്യൂട്ടറും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് യൂസറിൻ്റെ കമ്പ്യൂട്ടറുമാണ്. ഇവിടെ ഇപ്പോൾ ഹാക്കർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഹാക്കർ ഉണ്ടാക്കുന്ന ഒരു വൈറസ്, ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഫയൽ നമ്മളെ യൂസറിനെ പറ്റിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് യൂസറിൻ്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ റൺ ചെയ്യിപ്പിച്ച് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഹാക്കർ എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ഫേക്ക് നോട്ടിഫിക്കേഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹാക്കർ ഉണ്ടാക്കിയ മലീഷ്യസ് ഫയലിൻ്റെ ലിങ്കും ഒരു ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജും ടൈപ്പ് ചെയ്തിട്ട് ഈ അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫേക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്രൗസറിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു അറ്റാക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോ നോക്കിയാൽ അറിയാം ഒരു നോട്ടിഫിക്കേഷൻ ബാർ വരുന്നുണ്ടല്ലേ. ഒരു ബ്രൗസർ അപ്ഡേറ്റ് അല്ലെങ്കിൽ പ്ലഗിനാണെന്ന് വിചാരിച്ച് നമ്മളെപ്പോലുള്ളൊരു സാധാരണ യൂസർ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഹാക്കറിന് കിട്ടും. ഇനി നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഹാക്കറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ അറിയത്തുകൂടിയില്ല. ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളറിയാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ, നിങ്ങളുടെ മുഴുവൻ ആക്ടിവിറ്റിയെ ഹാക്കറിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെയിം സാധനമാണ് റൈറ്റ് സൈഡിൽ ഹാക്കറിന് കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിൽ യൂസർ ഓരോ ടാബ് എടുക്കുന്നതും ഹാക്കറിന് ഹാക്കറിൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് അറിയാൻ പറ്റുന്നു. അതുപോലെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഫുൾ ഡേറ്റ എടുക്കാനും എല്ലാ ഫയൽസ് ആക്സസ് ചെയ്യാനും ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനും ഫയൽസ് കാണാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം പറ്റും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും ഹാക്കറിന് പറ്റും. ഇനി നിങ്ങളൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നുമാണ് സൈറ്റിൽ കയറിയതെങ്കിൽ ഹാക്കറിന് നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ സെൻസേഴ്സ് ആക്സസ് ചെയ്യാനും മൈക്രോഫോൺ ആക്സസ് ചെയ്യാനും ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഫോട്ടോസും വീഡിയോസും റെക്കോർഡ് ചെയ്യാനും പറ്റും. ഇതൊന്നും സാധാ യൂസേഴ്സായിട്ടുള്ള നമ്മൾ അറിയത്തുകൂടിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഒരു സിമ്പിൾ വെബ്സൈറ്റ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കെണിയിൽ നിങ്ങൾ മാത്രമായിരിക്കത്തില്ല വീഴുക. നിങ്ങളിത് 5 പേർക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ അയച്ച 5 പേരെയും കൂടെ ഈ ഒരു കെണിയിലേക്ക് വലിച്ചിടുകയാണ്. ഇനി ഇങ്ങനെയുള്ള വാട്സാപ്പ് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചിന്തിക്കുമല്ലേ, ഇങ്ങനെയുള്ള മെസ്സേജസ് വരികയാണെങ്കിൽ കഴിയുന്നതും ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് വരുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. വാട്സാപ്പിൽ നിന്നല്ല, എവിടെ നിന്നാണെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജസ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ലിങ്ക് വരികയാണെങ്കിൽ ഒരിക്കലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.